മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹാലക്ഷ്മീനെ കണ്ണൻ ഉപേക്ഷിച്ചു എന്നുള്ള വാർത്ത കേട്ടതും കരുണ ഭയങ്കര സന്തോഷത്തിൽ തുള്ളിച്ചാടി കമലേശ്വരത്തേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ ഈ മോഹിനിയോട് പറയുന്നുണ്ട്, അവൾ മരിച്ചു വമ്പ് പോയാൽ മതിയായിരുന്നു, ഞങ്ങളുടെ ഒരുപാട് കാലത്തെ പ്രാർത്ഥന ഇപ്പോൾ നടന്നത്, നിനക്കൊക്കെ എന്താ അഹങ്കാരം അറിഞ്ഞടി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആക്ഷേപിക്കുന്നുണ്ട്. അതിനുശേഷം മോഹിനിയാണെങ്കിൽ ഫോണെടുത്ത് ഈ മഹാലക്ഷ്മിയെ വിളിക്കുന്നുണ്ട്. മഹാലക്ഷ്മി കിടക്കുന്ന സമയത്താണ് ഈ മോഹിനിയുടെ കോള് വരുന്നത്. വേഗം തന്നെ അമ്മയാലോ വിളിക്കണേന്ന് പറഞ്ഞ് മഹാലക്ഷ്മി ഫോൺ എടുത്തതും മോളെ എവിടെയാണ്, അവിടെ എന്തൊക്കെയാണ് സംഭവിക്കണേന്ന് ചോദിക്കുമ്പം ഒന്നുമില്ല അമ്മേ, മോള് വീണിട്ട് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം കുഴപ്പമൊന്നുമില്ല, എൻ്റെ തല സ്വല്പമൊന്നും മുറിഞ്ഞു, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല, കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ മോളേന്ന് ചോദിക്കുമ്പം ഇല്ലമ്മേ, പിന്നെ എന്തൊക്കെയാണ് ഇവിടെ പറയണേന്ന് ചോദിക്കുമ്പം ഉണ്ണി അവിടെ വന്ന് എല്ലാം പറഞ്ഞു അല്ലേ. അതൊന്നും കേട്ട് അമ്മ പേടിക്കണ്ട, ഇവിടെ വേറെ പ്രശ്നമൊന്നുമില്ല, എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടോയെന്ന് ഉണ്ണിയുടെ അമ്മയ്ക്ക് സംശയം തോന്നി. അങ്ങനെ അവർ സ്റ്റെപ്പിൽ എന്തോ ഒരു ഇത് തേച്ച് വെച്ചിരുന്നു, ഞാൻ അതിൽ ചവിട്ടി തെന്നി വീണു. എന്നിട്ട് അവരെന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം ഡോക്ടർ അവരോട് പറഞ്ഞു ഞാൻ പ്രഗ്നൻ്റാണ്. അത് കേട്ടതും അവർ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ വേറെ ആരോ ആണെന്ന് പറഞ്ഞു. അത് കേട്ടതും കണ്ണേട്ടനിക്ക് മനസ്സിലായി, ഇനി കണ്ണേട്ടൻ്റെ കുഞ്ഞാണിതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരിക്കലും ആ കുഞ്ഞിനെ ജനിക്കാൻ അനുവദിക്കില്ലെന്ന്. അതുകൊണ്ട് ഞാനും കണ്ണേട്ടനും കൂടി ഒരു തീരുമാനം എടുത്തു, എന്തായാലും പ്രസവം വരെ അനന്തുവേട്ടൻ്റെ ലേഖയുടെയും കൂടെ നിൽക്കാമെന്ന്. അങ്ങനെ കണ്ണേട്ടൻ പറഞ്ഞിട്ട് അനന്തുവേട്ടനും ലേഹയും എന്നെ അനന്തുവേട്ടൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവന്നത്. ഇനിയിപ്പോൾ ഞാൻ പ്രസവം കഴിയണ വരെയും ഇവിടെ തന്നെ നിൽക്കുള്ളൂ അമ്മേന്ന്. ആ സമയത്ത് ഈ മോഹിനി ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ കണ്ണന് മോളോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ മോളേന്ന് ചോദിക്കുമ്പം അമ്മ എന്തൊക്കെയാണ് അമ്മ ഈ പറയണത്, കണ്ണേട്ടൻ എഴുന്നേറ്റ് നടന്ന വിവരം ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല, അതുമാത്രമല്ല കണ്ണേട്ടനൊരു കുഞ്ഞ് ജനിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരിക്കലും അടങ്ങിയിരിക്കില്ല, അതറിയാവുന്നത് കൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നത്. എന്തായാലും എൻ്റെ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ജനിക്കണമെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കണം, കമലേശ്വരത്ത് നിന്നാൽ ഒരിക്കലും ആ കുഞ്ഞ് ഈ ഭൂമി കാണാൻ ഉണ്ണിയുടെ അമ്മയും അതുപോലെ ഈ മേഘൻ്റെ അമ്മയും ആരും അനുവദിക്കില്ലമ്മേ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊരു തീരുമാനം എടുത്തത്. ഇതൊന്നോർത്ത് അമ്മ ടെൻഷൻ ആവണ്ട. ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട്, ഇവിടെ കരുണയുടെ അച്ഛനും മുത്തശ്ശിയൊക്കെ മോളെ കമലേശ്വരത്തു നിന്ന് ഇറക്കി വിട്ടു എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണ്. അതുപോലെ തന്നെ കരുണയും മോളിനി അവിടെ ഇല്ലല്ലോ, അവിടുത്തെ മഹാറാണിയെ ജീവിക്കാമെന്നും പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണ് ഇവിടുന്ന് പോയേക്കണേ. അതൊന്നും കുഴപ്പമില്ലാമേ, എന്തായാലും കുറച്ച് നാൾ അവർ സന്തോഷിക്കട്ടെ, അത് കഴിയുമ്പോൾ എല്ലാവരുടെയും സന്തോഷം തീർന്നോളൂന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണയാണെങ്കിൽ കമലേശ്വരത്തേക്ക് ചെല്ലാണ്. ആ സമയത്ത് ദുർഗ ഓടി വന്നിട്ട്, ആ കരുണ മോള് വന്നോ, എന്തായാലും മോള് വന്നല്ലോ, ഇനി മോൾക്കിവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, സന്തോഷമായിട്ട് ജീവിക്കാം, ആ മഹാലക്ഷ്മി ഇനി ഈ വീടിൻ്റെ പരിസരത്ത് പോലും വരില്ല എന്ന്. അത് കേട്ടതും കരുണ പറയുന്നുണ്ട്, അതറിഞ്ഞിട്ടാണ് അമ്മേ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങോട്ട് വരില്ലായിരുന്നു. എന്തായാലും ഒരുപാട് കാലത്തെ എൻ്റെ പ്രാർത്ഥന ഇപ്പോഴെങ്കിലും നടന്നല്ലോ, അവൾ ഈ വീട്ടിൽ നിന്നും പോയല്ലോ, ഇനി അവളെ ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരരുതെന്ന്. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഇങ്ങേർക്കെങ്ങാനും മാനസാന്തരം വന്ന് അവരെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരുമെന്ന് അറിയില്ല എന്ന്. അന്നേരം ദുർഗ കരുണയോട് പറയുന്നുണ്ട്, മോള് ചെന്നൊന്ന് കണ്ണനെ കണ്ടേരെ, എന്നിട്ട് അവളെക്കുറിച്ച് കുറച്ച് വിഷമം കൂടി കണ്ണൻ്റെ മനസ്സിലേക്ക് കുത്തിവെച്ച് കൊടുക്കണം. അവനക്ക് ഒരിക്കലും അവളോട് സഹതാപം തോന്നരുത്, എപ്പോഴും നമ്മൾ അവനെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടിരിക്കണം, അവളെക്കുറിച്ച് മോശമായി തന്നെ എപ്പോഴും പറയാവുള്ളൂ എന്ന്. അത് കേട്ടതും കരുണ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ഇപ്പം തന്നെ അയാളെ ഒന്ന് പോയി കാണട്ടെ എന്നും പറഞ്ഞ് കണ്ണൻ്റെ റൂമിലോട്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് കണ്ണനാണെങ്കിൽ ഈ കരുണ താഴെ വന്ന കാര്യങ്ങളൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എന്തായാലും സ്വന്തം ചേച്ചിയുടെ ജീവിതം തകർന്ന് കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അനുജത്തിയാണല്ലോ അയാൾക്ക് ഉണ്ടായത്. അയാളുടെ അമ്മയ്ക്ക് മാത്രമേ അയാളോട് ഇത്രയെങ്കിലും സ്നേഹമുള്ളൂ. ഞാനും ഉണ്ണിയും രണ്ടമ്മയുടെ വയറ്റിൽ വളർന്നതാണ്, അതുകൊണ്ടാണ് ഉണ്ണിക്ക് എന്നോട് വിരോധം. പക്ഷേ മഹിയും ഈ കരുണയും ഒരമ്മയുടെ വയറ്റിൽ വളർന്നിട്ടും കരുണയുടെ സ്വഭാവം മാത്രം ഇങ്ങനെ ക്രൂരമായി പോയത് എന്തുകൊണ്ടാണ്? സ്വന്തം ചേച്ചിയുടെ ജീവിതം തകർന്ന് കാണുന്ന ഏതെങ്കിലും പെൺകുട്ടി ആഗ്രഹിക്കുമെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കരുണ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. കരുണയെ കണ്ടതും ഈ കണ്ണൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇപ്പം മഹിയുടെ കുറ്റം പറഞ്ഞ് എൻ്റെ അടുത്ത് സഹതാപം കാണിക്കാൻ വേണ്ടി വരുന്ന വരവ് അതെന്ന്. അങ്ങനെ കരുണ ചെന്നതും കണ്ണേട്ടൻ എന്താ ഇങ്ങനെ ഇരിക്കണം, താഴേക്കൊക്കെ ഇറങ്ങാൻ പാടില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പം എന്ത് ഞാനിപ്പോൾ താഴേക്ക് വന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, അന്നേ ഞങ്ങൾ കണ്ണേട്ടനോട് പറഞ്ഞതല്ലേ, ഞാനും എൻ്റെ അച്ഛനും മുത്തശ്ശിയും എല്ലാവരും പറഞ്ഞതല്ലേ അവൾക്ക് അവിഹിതം ഉള്ളവളാണ്, അതുകൊണ്ട് അവളെ ചേർത്ത് നിർത്തരുതെന്ന്. അന്ന് കണ്ണേട്ടൻ അത് വിശ്വസിച്ചോ. ഇനിയിപ്പോൾ അവൾക്ക് ഒരു കുഞ്ഞ് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു കുഞ്ഞിനെ ദത്തെടുത്താൽ പോരായിരുന്നോ, ഇതുപോലത്തെ പ്രവൃത്തി ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. എന്തായാലും ഞാൻ അപ്പോഴേ വിചാരിച്ചതാണ് കുറച്ച് ദിവസം കഴിയുമ്പോൾ അവൾ ഇതുപോലെ എന്തെങ്കിലും ചെയ്യുമെന്ന്.
അന്ന് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുമല്ലായിരുന്നോ, ഇപ്പം എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായില്ലേ അവളുടെ യഥാർത്ഥ സ്വഭാവം, അതെങ്ങനെയാണ് അവൾ നിങ്ങളെ മയക്കിയെടുത്ത് എല്ലാ സ്വത്തുക്കളും എഴുതി വാങ്ങിയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, നീ ഇപ്പം എന്തിനാ ഇതൊക്കെ പറയണത്, ഞാൻ ആദ്യമേ പറഞ്ഞതാ ഇവിടെ ഉള്ളവരോട് ഇനി ഇതിനെക്കുറിച്ചൊരു സംസാരം വേണ്ട, അതൊക്കെ എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അന്നേരം കരുണ പറയുന്നുണ്ട്, എന്തായാലും അവൾക്കൊരു കുഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ ദത്തെടുക്കാറുന്നല്ലോ കണ്ണേട്ട, എന്നാലും ഇത്രയും മോശം പ്രവൃത്തി ചെയ്യേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്ന് പറയുമ്പം ഈ കണ്ണനാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ടെങ്കിലും കണ്ണൻ കരുണയോട് ദേഷ്യപ്പെട്ടൊന്നും പറയുന്നില്ല. എന്നാലും പറയുന്നുണ്ട്, കരുണ തൽക്കാലം ചെല്ല്, എന്നോട് ഇതിനെക്കുറിച്ച് നീ സംസാരിക്കാനും ഇങ്ങോട്ട് ആരും വരണ്ട, എനിക്കിത് കേൾക്കാനും താല്പര്യമില്ല. ആ സമയത്ത് കരുണ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അപ്പോൾ ഇയാൾ അത്രമാത്രം അവളെ വെറുത്ത് കഴിഞ്ഞു, ഇനി എന്തായാലും അവളെ വീട്ടിലോട്ട് ഇയാൾ കയറ്റുന്നൊന്നും തോന്നണില്ല. ഇനിയിപ്പോൾ കമലേശ്വരത്തെ വീടും സ്വത്തും എല്ലാം എനിക്ക് ഉണ്ണിയേട്ടന് മാത്രം അവകാശപ്പെട്ടതാ, എന്തായാലും ഇനി എനിക്കിവിടെ മഹാറാണിയെ കൂട്ടി ജീവിക്കാമെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോകുന്നുണ്ട്. താഴെ ചെന്നതും ദുർഗ ചോദിക്കുന്നുണ്ട്, എന്ത് പറഞ്ഞടിയെന്ന് ചോദിക്കുമ്പോൾ അത് അയാൾ ആകെ വിഷമത്തിൽ, അമ്മ പേടിക്കണ പോലെ ഒന്നും സംഭവിക്കില്ല, ഇനി അയാൾ ഒരിക്കലും ആ ലക്ഷ്മിയെ ഇങ്ങോട്ട് കയറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അയാളുടെ മനസ്സ് നിറച്ചും ഇപ്പോൾ അവളോടുള്ള ദേഷ്യമാണെന്ന്. ഇതേ സമയം നമ്മളുടെ കണ്ണനാണെങ്കിൽ ഫോൺ എടുത്ത് മഹാലക്ഷ്മിയെ വിളിക്കുന്നുണ്ട്. മഹാലക്ഷ്മി ഫോൺ എടുത്തതും എന്താ കണ്ണേട്ടാന്ന് ചോദിക്കുമ്പം താൻ അറിഞ്ഞില്ലേ തൻ്റെ അനുജത്തി തിരിച്ചു വന്നൂന്ന്. ആ സമയത്ത് മഹാലക്ഷ്മി സങ്കടത്തോടുകൂടി പറയുന്നുണ്ട്, ഉവ്വ കണ്ണേട്ട, അമ്മ വിളിച്ചിരുന്നു, അപ്പോൾ പറഞ്ഞു കരുണ കമലേശ്വരത്തേക്ക് പോയിന്ന്, എന്ത് സ്വഭാവമാണോ തൻ്റെ അനുജതിക്ക്, സ്വന്തം ചേച്ചിയുടെ ജീവിതം തകർന്നെന്ന് അറിഞ്ഞപ്പം അവൾ സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടി വന്നേക്കാന്ന്. അത് കേട്ടതും മഹാലക്ഷ്മിയാണെങ്കിൽ ഭയങ്കര വിഷമത്തോടുകൂടി പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല കണ്ണേട്ട, അവളുടെ ജീവിതം നഷ്ടപ്പെട്ടില്ലല്ലോ, എന്തായാലും അവളും ഉണ്ണിയും സന്തോഷമായിട്ട് ജീവിക്കട്ടെ. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, എന്നാലും തനിക്ക് ഇപ്പോഴും ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റണേ എങ്ങനെയാണോ, അതല്ല കണ്ണേട്ട, നമ്മൾ മറ്റൊരാളുടെ നാശം ആഗ്രഹിക്കേണ്ട കാര്യമില്ലല്ലോ, നമുക്കറിയാലോ നമ്മളുടെ ഇടയിലെ സത്യം എന്താന്ന്, ഈ കുഞ്ഞ് ആരുടെയാണെന്നും നമുക്കറിയാം, അതുകൊണ്ട് കണ്ണേട്ടൻ അതൊന്നും ഓർത്ത് ടെൻഷനാവണ്ടെന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, ഇവിടെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്, എപ്പോഴും അമ്മയും മോനും മരുമോളും എല്ലാം എൻ്റെ അടുത്ത് വന്ന് തനിക്കെതിരെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഞാനത് കേട്ട് സഹിച്ച് നിൽക്കുക, എനിക്ക് പ്രതികരിക്കാൻ അറിയില്ലാത്തത് കൊണ്ടല്ല, പിന്നെ നമ്മളിപ്പോൾ ഒരു നാടകം കളിക്കുന്നത് കൊണ്ട് തൽക്കാലം നമ്മളുടെ കുഞ്ഞ് ജനിക്കണ വരെയും ഇവരുടെ ഈ വർത്തമാനമൊക്കെ നമ്മൾ കേട്ടേ പറ്റൂന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മേഘനാഥനാണെങ്കിൽ സീമന്തിനോട് പറയുന്നുണ്ട്, എന്തായാലും ആ മഹാലക്ഷ്മീനെ ഈ പടിയിറക്കി വിട്ടു, ഇനിയിപ്പോൾ കണ്ണൻ്റെ ജീവിതത്തിലേക്ക് വേറൊരു പെൺകുട്ടിയെ നമ്മൾ കൈ പിടിച്ച് കൊണ്ടുവരുന്നു. ആ സമയത്ത് സീമന്തിനി പറയുന്നുണ്ട്, ഒരെണ്ണത്തിനെ കൊണ്ടുവന്നിട്ട് ഒരു പ്രകാരം അവളെ ഒഴിവാക്കിയത്, ഇനിയിപ്പോൾ അടുത്തതിനെയും കൊണ്ടുവരാനാണോ നിൻ്റെ പ്ലാൻ എന്ന് ചോദിക്കുമ്പം ഈ മേഘനാഥൻ പറയുന്നുണ്ട്, ഇനി പുറത്തുനിന്നൊരു മഹാലക്ഷ്മി കണ്ണൻ്റെ ജീവിതത്തിൽ വേണ്ട, വീടിൻ്റെ അകത്തുള്ള ഒരു മഹാലക്ഷ്മിയെ നമുക്ക് കണ്ണൻ്റെ ഭാര്യയായിട്ട് നോക്കാം. ആ സമയത്ത് ഇത് കേട്ടുകൊണ്ട് നമ്മളുടെ വാമദേവനും സ്വാതിയും കൂടി അങ്ങോട്ട് വരുന്നുണ്ട്. വാമദേവൻ ചോദിക്കുന്നുണ്ട്, വീടിൻ്റെ അകത്ത് നിന്ന് ഒരു മഹാലക്ഷ്മിയെ കണ്ടെത്താൻ നീ ആരുടെ കാര്യമാടാ ഉദ്ദേശിക്കണേന്ന് ചോദിക്കുമ്പോൾ മേഘനാഥനാണെങ്കിൽ സ്വാതിയുടെ നേരെ നോക്കിയിട്ട് ഇവളെ നമുക്ക് കണ്ണന് വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന്. അത് കേട്ടതും സ്വാതി പറയുന്നുണ്ട്, ചേട്ടനക്ക് എന്താ പ്രാന്തായോ, ഒരു കല്യാണം കഴിച്ചു, അത് മാത്രമല്ല വീൽ ചെയറിൽ നിന്നും എഴുന്നേക്കാത്ത ഒരാളെ വിവാഹം കഴിച്ച് എൻ്റെ ജീവിതം കളയാൻ എനിക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട്, എടി വീൽ ചെയറിലാണെങ്കിലും അവനക്ക് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ട്, അതുമാത്രമല്ല അവൻ്റെ 2 കാലും ഇപ്പം ചലിച്ചു തുടങ്ങി, ഈ ചികിത്സ ഇനിയും മുന്നോട്ട് പോയാൽ അവൻ ഉറപ്പായിട്ടും അധികം വൈകാതെ തന്നെ എഴുന്നേറ്റ് നടക്കും, പിന്നെ അവൻ 2 കെട്ടിയാലും അവനക്ക് മഹാലക്ഷ്മിയായിട്ടൊരു ജീവിതമൊന്നും ഉണ്ടായില്ലല്ലോ, അവളെ വിവാഹം കഴിച്ചെന്ന് മാത്രമല്ലേ ഉള്ളൂ, പിന്നെ എന്താ നിനക്ക് പ്രശ്നം എന്ന് ചോദിക്കുമ്പം അയാൾ എഴുന്നേറ്റ് നടക്കുമെന്നുള്ളത് നിങ്ങളുടെ ഊഹം മാത്രമല്ലേ, ഉറപ്പൊന്നുമില്ലല്ലോ, ഇനിയിപ്പോൾ തോമസ് ഡോക്ടറുടെ ചികിത്സ കൊണ്ട് അയാൾ എഴുന്നേറ്റ് നടന്നില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ അയാളുടെ വീൽ ചെയറും തള്ളി നടക്കേണ്ട വരില്ലേ എന്ന് ചോദിക്കണം. ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട്, മേഘം പറഞ്ഞതിലും കാര്യമുണ്ട് മോളെ, ഈ എത്രയും പെട്ടെന്ന് അവൻ വീൽ ചെയറിൽ നിന്ന് എഴുന്നേക്കുമെന്ന് തന്നെയാണ് എനിക്കും തോന്നണേ, കാരണം ഇപ്പം തന്നെ എൻ്റെ ചികിത്സ നല്ലോണം ഫലം കണ്ടില്ലേ, അതുപോലെ അവനക്കും തോമസ് ഡോക്ടറുടെ ചികിത്സയിൽ ഫലം കിട്ടും, അതുമാത്രമല്ല അവൻ പണ്ടേ എഴുന്നേറ്റ് നടക്കേണ്ടവനായിരുന്നു, ഞാനും ദുർഗയും ചേർന്ന് മരുന്നിൽ മായം ചേർത്ത് കൊടുത്തത് കൊണ്ട് അവൻ എഴുന്നേറ്റ് നടക്കാതായത്, ഇനിയിപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും കൂടി അവന് നല്ല രീതിയിലുള്ള മരുന്ന് കൊടുത്താൽ അവൻ ഉറപ്പായിട്ടും എഴുന്നേറ്റ് നടക്കുമെന്ന്. ആ സമയത്ത് സ്വാതി പറയുന്നുണ്ട്, കണ്ണേട്ടൻ അങ്ങനെ എഴുന്നേറ്റ് നടക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കാം, ഒന്നുമില്ലെങ്കിലും ഒരുപാട് സ്വത്തുള്ള ആളല്ലേ എന്ന്. അത് കേട്ടതും മേഘനാഥനും
സീമന്തിനെയും വാമദേവനും സന്തോഷം കൊണ്ട് ഇങ്ങനെ നിന്ന് ചിരിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് അറിയില്ലല്ലോ കണ്ണനും മഹാലക്ഷ്മിയും തമ്മിൽ ഈ ജന്മം പിരിയേമില്ല. അധികം വൈകാതെ തന്നെ അവരുടെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞ് വരുകയും ചെയ്യുന്നു. പക്ഷെ ഇവർ സീമന്തിനെയും വാമദേവനും മേഘനാഥനും കൂടി ഈ സ്വാതിയെ കണ്ണനെയും കൊണ്ട് വിവാഹം കഴിക്കാമെന്നുള്ള പ്ലാനിൽ വേഗം തന്നെ ഫോണെടുത്ത് ദുർഗയെ വിളിക്കുന്നുണ്ട്. ദുർഗ ഫോൺ എടുത്തതും എന്താ എടുത്തിന്ന് ചോദിക്കുമ്പം അതേ ദുർഗയെ മഹാലക്ഷ്മിയെ ഒഴിവാക്കി വിടുമല്ലേ, അപ്പം നമുക്ക് സ്വാതിയെ കണ്ണനെയും കൊണ്ട് വിവാഹം കഴിപ്പിച്ചാലോ എന്ന്. അത് കേട്ടതും ദുർഗ പറയുന്നുണ്ട് അതിന് ഇപ്പോഴൊന്നും അവനെ സമ്മതിക്കുമെന്ന് തോന്നണില്ല എടുത്തി, അല്ല ഇപ്പം തന്നെ നടത്തണമെന്നല്ല പറഞ്ഞ്. എന്തായാലും മഹാലക്ഷ്മിയെ ഡൈവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവനക്കൊരു ജീവിതം വേണ്ടേ, അതുകൊണ്ട് നമുക്ക് സ്വാതിയും കണ്ണനുമായിട്ടുള്ള വിവാഹം നടത്താം. അതിന് നിനക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പം ദുർഗയാണെങ്കിൽ എനിക്കൊരു എതിർപ്പുമില്ല എടുത്തി എന്ന് പറയണു. അത് കേട്ടതും സീമന്തിനെയാണെങ്കിൽ സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.